നമസ്കാരം, സ്വാഗതം. നിങ്ങളുടെ പുതപ്പിന്റെ നീളത്തിനനുസരിച്ച് മാത്രം കാൽ നീട്ടുക എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? തീർച്ചയായും ഒരു സാധാരണ ഉപദേശം. അതെ, ഉള്ളതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഉപദേശം. പക്ഷേ ആരെങ്കിലും എപ്പോഴെങ്കിലും ആ പുതപ്പിന്റെ വലിപ്പം കൂട്ടുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു ചിന്തയിൽ നിന്ന് ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരാളെക്കുറിച്ചാണ്. നമ്മുടെ മുന്നിലുള്ളത് പവൻ മാലിക്, സാനിയ മാലിക് എന്നിവരുടെ അനുഭവമാണ്. വെസ്റ്റീജ് എന്ന കമ്പനി അവരുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച ഒരു വീഡിയോയിൽ നിന്നാണ് നമ്മൾ ഈ വിവരങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാധാരണ വിജയകഥയായി കേട്ടുപോകുന്നതിന് പകരം ഇതിന് പിന്നിലെ ആ ഒരു മനോഭാവം, ആ തീരുമാനങ്ങളെ വിജയമാക്കി മാറ്റിയ ആ ഒരു സിസ്റ്റം, അതെ, അതെല്ലാം നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും ഇതൊരു കേസ് സ്റ്റഡിയായി കാണുന്നതാണ് ശരി. കാരണം ഇതിൽ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, ആ സ്വപ്നങ്ങൾ നേടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത ആ വഴിയെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഇൻഡസ്ട്രി. അതെ, അതിലൂടെ എങ്ങനെയാണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം, സമയസ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന വലിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. അതിലേക്ക് വെളിച്ചം വീശുന്നൊരു അനുഭവമാണത്. നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ആ പുതപ്പിന്റെ കഥയിൽ നിന്ന്. അതെ, പവൻ മാലിക് പറയുന്നത് കുട്ടിക്കാലത്ത് ഗ്രാമത്തിൽ എപ്പോഴും കേട്ടിരുന്ന ഉപദേശമായിരുന്നു അതെന്നാണ്. സ്ട്രെച്ച് യുവർ ഫീറ്റ് ഓൺലി ടിൽ ദ ലെങ്ത് ഓഫ് യുവർ ബ്ലാങ്കറ്റ്. വളരെ പ്രായോഗികമായ ഉപദേശം. പക്ഷെ അദ്ദേഹത്തെ അലട്ടിയ ചോദ്യം അതായിരുന്നില്ല. എന്തായിരുന്നു അത്? എന്തുകൊണ്ട് ആരും പുതപ്പിന്റെ വലിപ്പം കൂട്ടാൻ പറയുന്നില്ല എന്നതായിരുന്നു. അവിടെയാണ് കാര്യം. ഇവിടെയാണ് ഒരു സാധാരണക്കാരനും ഒരു സംരംഭകനും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങുന്നത്. ശരിയാണ്. നിലവിലുള്ള സാഹചര്യങ്ങളെ ഒരു പരിമിതിയായി കാണുന്നതിനു പകരം ആ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റാമെന്ന് ചിന്തിക്കുന്നൊരു മനോഭാവം, അത് വെറുമൊരു ചൊല്ലിനെ ചോദ്യം ചെയ്യുകയല്ല. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ളൊരു പ്രഖ്യാപനമാണ്. ആ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ യാത്രയുടെയും അടിത്തറ. അപ്പോ പുതപ്പിന്റെ വലുപ്പം കൂട്ടണം എന്ന ആ ഒരു തീപ്പൊരി മനസ്സിൽ കയറിയ ശേഷം അദ്ദേഹം എന്തു ചെയ്തു? ആ വലിയ പുതപ്പ് നെയ്യാനുള്ള നൂല് അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത്? അതിനുത്തരം വരുന്നത് കോളേജിന്റെ അവസാന വർഷത്തിലാണ്. ഓക്കേ. അതെ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ആശയം അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്നത് ആ സമയത്താണ്. ഒരു സുഹൃത്ത് വഴി ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അവിടെ വെച്ച് അദ്ദേഹം കണ്ടത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ സന്തോഷവാന്മാരായ കുറേ ആളുകളെയാണ്. ഒരു 5-10 വർഷം ഈ രംഗത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ആർക്കും തങ്ങളുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാമെന്നൊരു ഉറപ്പാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചത്. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു സംശയം. ഒരു സെമിനാറില് കുറച്ച് സന്തോഷവാന്മാരായ ആളുകളെ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾ തന്റെ കരിയർ മുഴുവനായി ഇതിലേക്ക് മാറ്റാൻ തീരുമാനിക്കുമോ? അത് കുറച്ച് അതിശയോക്തിയായി തോന്നുന്നില്ലേ? വളരെ നല്ല ചോദ്യം. വീഡിയോയിൽ അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വൈ ക്ലാരിഫിക്കേഷൻ മൊമെന്റ് എന്നാണ്. വൈ ക്ലാരിഫിക്കേഷൻ മൊമെന്റ്? അതെ, അതായത് എന്തിന് ഇത് ചെയ്യണം എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയ നിമിഷം. അത് വെറും സന്തോഷമുള്ള ആളുകളെ കണ്ടതുകൊണ്ടല്ല, മറിച്ച് തന്റെ ഉള്ളിലുള്ള വലിയ സ്വപ്നങ്ങൾ, ഒരു വലിയ വീട്, നല്ലൊരു കാറ്, കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം, ഇതെല്ലാം നേടാൻ പറ്റിയ ഒരു പ്രായോഗികമായ വഴി, ഒരു സിസ്റ്റം തന്റെ മുന്നിൽ ആദ്യമായി തുറന്നു കിട്ടുകയായിരുന്നു. ആ ഒരു തിരിച്ചറിവാണ് ആ നിമിഷം അതൊരു ഫുൾ ടൈം കരിയറായി തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഓക്കേ, അപ്പോ അതൊരു വൈകാരികമായ തീരുമാനം എന്നതിലുപരി ഒരു വഴി കണ്ടെത്തിയതിന്റെ ആത്മവിശ്വാസമായിരുന്നു. കറക്റ്റ്. പക്ഷേ ആ തീരുമാനം വീട്ടുകാർ അത്ര എളുപ്പത്തിലല്ല സ്വീകരിച്ചതല്ലേ? അത്ര എളുപ്പമായിരുന്നില്ല. വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എതിരായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? അന്നത്തെ കാലത്ത് ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് സമൂഹത്തിൽ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യത്തെ 3 വർഷം കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഒരു പിന്തുണയുമില്ലാതെ സ്വന്തം തീരുമാനത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോവുക എന്നത് അതൊരു വലിയ മാനസിക പരീക്ഷണം തന്നെയാണ്. 3 വർഷം വീട്ടുകാരുടെ പിന്തുണയില്ലാതെ, കാര്യമായ വരുമാനമില്ലാതെ 3 വർഷം ഒരേ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വലിയൊരു ഉൾക്കരുത്ത് വേണം. അതെ, ആ കാലഘട്ടം അദ്ദേഹത്തെ ശരിക്കും പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു എന്ന് പറയാം. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പങ്കാളിയായ സാനിയ വരുന്നത്. അതൊരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. അതുവരെ വയ്ക്കേക്ക് കണ്ടിരുന്ന സ്വപ്നങ്ങൾക്ക് ഒരു പങ്കാളി കൂടി വന്നു. വാടക വീട്ടിൽ സാധാരണ ജീവിതം നയിക്കുമ്പോഴും അവർ ഒരുമിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടു. അപ്പോ സാനിയയുടെ പിന്തുണ ഒരു വലിയ ഘടകമായിരുന്നു. വളരെ വലിയൊരു ഊർജം നൽകി.
ആ ഒരു ഘട്ടം തരണം ചെയ്യാൻ അതൊരുപാട് സഹായിച്ചു. അപ്പോ അവർക്ക് ശക്തമായ ഒരു ലക്ഷ്യബോധവും പരസ്പരമുള്ള പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവരാഗ്രഹിച്ച വലിയ വിജയം അകലെയായിരുന്നു അല്ലേ? അതെ. അപ്പോഴാണ് കഥയിലേക്ക് വെസ്റ്റീജ് വരുന്നത്. മുൻപും അദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് രംഗത്തുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് വെസ്റ്റീജ് ഒരു വഴിതിരിവായത്? ആ പ്ലാറ്റ്ഫോമിന്റെ എന്ത് പ്രത്യേകതയാണ് ഈ വലിയ വിജയത്തിന് കാരണമായതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. വെസ്റ്റീജിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ ഒരു പ്ലാറ്റ്ഫോം എന്നാണ്. ഓക്കെ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നറിയാത്തവർക്കായി വളരെ സിമ്പിളായിട്ട് പറയാം. അത് നന്നായിരിക്കും. ഇതൊരു ബിസിനസ് മോഡലാണ്. ഇവിടെ കമ്പനിയുടെ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തുന്നു, വിൽക്കുന്നു. അതായത് ഇതൊരു വ്യക്തിഗത പ്രയത്നം എന്നതിലുപരി ഒരു ടീം വർക്കാണ്. എക്സാക്ട്ലി. അപ്പോ നമ്മുടെ സ്വന്തം വിൽപ്പനയിൽ നിന്നും നമ്മുടെ ടീമിന്റെ ആകെ വിൽപ്പനയിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കും. വളരെ സിമ്പിൾ. മനസ്സിലായി. അപ്പോ ഒരു നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മികച്ച ഉൽപ്പന്നങ്ങൾ മാത്രം തന്നാൽ പോരാ. ആ ടീമിനെ പരിശീലിപ്പിക്കാനും വളർത്താനും സഹായിക്കുന്ന ഒരു കൃത്യമായ സിസ്റ്റം. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അതെ, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, സുതാര്യമായ ഒരു വരുമാന പദ്ധതി, ഇതൊക്കെ അത്യാവശ്യമാണ്. പവൻ മാലിക്കിന്റെ അനുഭവത്തിൽ വെസ്റ്റീജ് അദ്ദേഹത്തിനും ടീമിനും അത്തരമൊരു ശക്തമായ സംവിധാനമാണ് നൽകിയത്. അതോടെ അതുവരെ മനസ്സിൽ മാത്രമുണ്ടായിരുന്ന സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. ആ സ്വപ്നങ്ങൾ അത്ര ചെറിയ സ്വപ്നങ്ങളൊന്നും ആയിരുന്നില്ല. അല്ല. ആളുകൾ അതിശയിച്ച് കാണാൻ വരുന്നൊരു വീട്, അതിലൊരു സ്വിമ്മിംഗ് പൂൾ, ഒരു ജിം, ഒരു ഹോം തിയേറ്റർ, ബിസിനസ് മീറ്റിംഗുകൾ നടത്താൻ ഒരു ബോർഡ് റൂം വരെ. അതെ, അതൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ. അതെല്ലാം അദ്ദേഹം നേടി. അവിശ്വസനീയം. ഇവിടെയാണ് ഈ കഥയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നത്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രാധാന്യം നൽകുന്ന 2 ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? സമയസ്വാതന്ത്ര്യം അഥവാ ടൈം ഫ്രീഡം, പിന്നെ സുരക്ഷിതത്വം അഥവാ സെക്യൂരിറ്റി. ഇതാണ് ഒരു പക്ഷേ ഈ ചർച്ചയുടെ കാതൽ. ശരിയാണ്. ആ പോയിന്റ് വളരെ പ്രധാനമാണ്. കാരണം പണം പലർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പണത്തിനൊപ്പം സമയവും സമാധാനവും കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല. എന്താണ് ഈ ടൈം ഫ്രീഡം കൊണ്ട് അദ്ദേഹം കൃത്യമായി ഉദ്ദേശിക്കുന്നത്? നമുക്കിതിനെ ഒരു സാധാരണ ജോലിയുമായി താരതമ്യം ചെയ്യാം. ഒരു ജോലിയിൽ നമ്മൾ ദിവസവും നിശ്ചിത സമയം ജോലി ചെയ്യുന്നു, മാസാവസാനം ശമ്പളം വാങ്ങുന്നു, അല്ലേ? അതെ. നമ്മൾ ജോലി നിർത്തിയാൽ വരുമാനവും നിൽക്കും. അതായത് നമ്മൾ നമ്മുടെ സമയം പണത്തിനായി വിൽക്കുകയാണ്. എന്നാൽ പവൻ മാലിക് സംസാരിക്കുന്നത് ഒരു ആസ്തി കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചാണ്. താൻ കെട്ടിപ്പടുത്ത ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു നെറ്റ്വർക്ക്. ഓക്കെ. താൻ സജീവമായി ഇടപെട്ടില്ലെങ്കിലും ആ നെറ്റ്വർക്കിൽ നടക്കുന്ന ബിസിനസിന്റെ ഒരു പങ്ക് അദ്ദേഹത്തിന് വരുമാനമായി ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതുപോലെ തുടക്കത്തിൽ അധ്വാനമുണ്ട്, പക്ഷെ ഒരിക്കൽ അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലത്തും അതിൽ നിന്ന് ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. കൃത്യമായി പറഞ്ഞാൽ തന്നെ. ഇന്ന് അദ്ദേഹത്തിന് മകന്റെ കൂടെ നീന്താൻ പോകാനും കുടുംബത്തോടൊപ്പം സിനിമ കാണാനും യാത്രകൾ പോകാനും ഇഷ്ടം പോലെ സമയമുണ്ട്. ഒരു ടെൻഷനുമില്ലാതെ. അതെ, ജോലിയുടെ ടെൻഷനില്ലാതെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നു. അതാണ് അദ്ദേഹം പറയുന്ന ടെൻഷൻ ഫ്രീ ജീവിതം. അതാണ് യഥാർത്ഥ ടൈം ഫ്രീഡം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ് സെക്യൂരിറ്റി അഥവാ സുരക്ഷിതത്വം. ഒരു സർക്കാർ ജോലി നൽകുന്ന പോലത്തെ തൊഴിൽ സുരക്ഷയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതിനേക്കാൾ വലിയൊരാശയമാണത്. ഒരു ജോലിയിലുള്ള സുരക്ഷിതത്വം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെയാണ്, അല്ലേ? ശരിയാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം പറയുന്നത് താൻ കെട്ടിപ്പടുത്ത ഈ ബിസിനസ് നെറ്റ്വർക്ക് തനിക്ക് ശേഷം തന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുമെന്നാണ്. അപ്പോ താനില്ലെങ്കിലും? അതെ, താനില്ലെങ്കിലും തന്റെ കുടുംബത്തിന് ആ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കും. അതൊരു തലമുറയുടെ സുരക്ഷിതത്വമല്ല, വരും തലമുറകളുടെ കൂടി സുരക്ഷിതത്വമാണ്. ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ കേട്ടറിവ് മാത്രമായിരുന്നു ഈ വാക്കുകൾക്ക് യഥാർത്ഥ അർത്ഥം മനസ്സിലായത് വെസ്റ്റീജിൽ വന്നതിനു ശേഷമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് വളരെ ശക്തമായ ഒരു ചിന്തയാണ്. ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാത്ത ഒരുതരം ശാന്തിയും സമാധാനവും ഇപ്പോൾ തനിക്കുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ആശയങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും. എന്നത് മറ്റൊരിടത്താണ്. അതെ, ഇതാണ് ഒരു യഥാർത്ഥ ലീഡറിന്റെ വളർച്ച. യാത്രയുടെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം മാറുന്നത് നമുക്ക് കാണാം. തുടക്കത്തിൽ സ്വന്തം വീട്, കാറ് എന്നതൊക്കെയായിരുന്നു ലക്ഷ്യം. അതെ. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതല്ല. എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം? തനിക്ക് ഈ ബിസിനസ്സിലൂടെ ലഭിച്ചതുപോലെ ഒരു ജീവിതം ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേടിക്കൊടുക്കുക, അവരെ ഈ ബിസിനസ് പകിപ്പിക്കുക, അവരുടെ സ്വപ്നങ്ങൾ നേടാൻ അവരെ സഹായിക്കുക. വാ.
അതാണ് തന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോ വ്യക്തിപരമായ നേട്ടങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുക എന്ന വിശാലമായൊരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അതെ, കാരണം ഈ ബിസിനസ് മോഡലിന്റെ സൗന്ദര്യം അതാണ്. മറ്റുള്ളവരെ വിജയത്തിലേക്ക് നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ. ആളുടെ കഥയാണ്. എതിർപ്പുകളെ അതിജീവിച്ച് പങ്കാളിയുടെ പിന്തുണയോടെ ശരിയായ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തി താൻ ആഗ്രഹിച്ച ജീവിതം കെട്ടിപ്പടുത്തിയ ഒരു അനുഭവം. ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം സമയത്തിനും കുടുംബത്തിനും സമാധാനത്തിനും വില കൽപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്കുള്ള ഒരു മാറ്റം കൂടിയാണിത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം നൽകാം. ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പുതപ്പിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് നിങ്ങൾ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നത്? അത് നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളാകാം, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പരിമിതികളാകാം, അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളാകാം. ആ പുതപ്പിന്റെ വലുപ്പത്തിൽ ഒതുങ്ങുന്നതിന് പകരം അതിന്റെ വലുപ്പം കൂട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ വലിയ പുതപ്പ് നെയ്യാനുള്ള നൂല് ഒരുപക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകാം.